നമസ്കാരം, ഞാൻ ഡോക്ടർ തസ്ലീന. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അമീബിക് മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ചാണ്. വളരെ റെയറായിട്ടാണ് ഈ കണ്ടീഷൻ കാണപ്പെടാറ്. പക്ഷേ ഈ ഒരു വർഷത്തിനിടയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം മൂക്ക് വഴിയാണ് നെഗ്ലേറിയ ഫൗലമി അമീബ തലച്ചോറിലെത്തുക. മെനിഞ്ചസിനെ ബാധിക്കുമെന്നതിനാൽ കഴുത്ത് ചലിപ്പിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ മുറുക്കം അനുഭവപ്പെടും. അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ ആശങ്ക ഇപ്പോൾ ചിലരുടെയെങ്കിലും മനസ്സിലുണ്ട്. 10,000-ൽ ഒരാൾക്ക് പിടിപെട്ടേക്കാവുന്ന അപൂർവ രോഗമായതിനാൽ ഏറെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അതേസമയം രോഗം ബാധിച്ചാൽ പിന്നീട് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുക എന്നത് പ്രയാസമേറിയ കാര്യവുമാണ്. നെഗ്ലേറിയ ഫൗലറി എന്നറിയപ്പെടുന്ന അമീബയാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്നത്. നമ്മുടെ നാട് പോലെ ഉഷ്ണമേഖലകളിൽ കെട്ടിക്കിടക്കുന്ന ശുദ്ധ ജലാശയങ്ങളിലാണ് പൊതുവെ ഈ അമീബ കാണപ്പെടാറ്. അമീബ ഗ്രൂപ്പിൽ മറ്റനേകം അണുക്കൾ വേറെയുമുണ്ട്. അവയിൽ മറ്റു ചിലതും മസ്തിഷ്ക ജ്വരത്തിന് കാരണമുണ്ടാകാറുണ്ട്. മൂക്ക് വഴിയാണ് നെഗ്ലേറിയ ഫൗലറി അമീബ തലച്ചോറിലെത്തുക. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുമ്പോഴോ മറ്റോ ഈ അമീബ തലച്ചോറിലെത്താൻ സാധ്യതയുണ്ട്. ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന ഓൾഫാക്ടറി നാഡികൾ വഴിയാണ് മൂക്കിൽ നിന്നും അണുക്കൾ തലച്ചോറിലോട്ടെത്തുന്നത്. ഈ അണുക്കൾ നേരിട്ട് മസ്തിഷ്കത്തെയും അതിനെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ആവരണമായ മെനിഞ്ചസിനെയും ബാധിക്കും. സാധാരണഗതിയിൽ അണുക്കൾ തലച്ചോറിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ 5 മുതൽ 7 ദിവസങ്ങൾക്കകം ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങും. കടുത്ത പനി, തലവേദന, ഛർദി, മയക്കം, അപസ്മാരം, തളർച്ച എന്നിവയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ചിലർക്ക് ഗന്ധം തിരിച്ചറിയാനുള്ള ശേഷിയും നഷ്ടപ്പെടും. മെനിഞ്ചസിനെ ബാധിക്കുമെന്നതിനാൽ കഴുത്ത് ചലിപ്പിക്കുമ്പോൾ മുറുക്കം അനുഭവപ്പെടും. ലക്ഷണങ്ങൾ സമാനമായതിനാൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന മെനിഞ്ചൈറ്റിസായി തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ളൊരു രോഗം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ രോഗനിർണയം വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. പലപ്പോഴും അവസാന ഘട്ടത്തിലാണ് ഇത് അമീബിക് മെനിഞ്ചൈറ്റിസ് ആണെന്ന് തിരിച്ചറിയപ്പെടുന്നത്. ഈ രോഗത്തിന് ഫലപ്രദമായ മരുന്നുകളും കുറവാണ്. അതിനാൽ ചികിത്സയും പരിമിതമാണ്. പ്രതിരോധമാണ് ഏറ്റവും നല്ലത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മാത്രമേ നെഗ്ലേറിയ ഫൗലമി അമീബയുണ്ടാക്കാൻ സാധ്യതയുള്ളൂ. അതിനാൽ ഏറെക്കാലമായി ഉപയോഗിക്കാതെ കിടക്കുന്ന ജലാശയങ്ങളിലും നീന്തൽക്കുളങ്ങളിലും ഇറങ്ങാതെ സൂക്ഷിക്കുക. നീന്തൽക്കുളങ്ങളിൽ ശാസ്ത്രീയ മാനദണ്ഡങ്ങൾ അനുസൃതമായി നിശ്ചിത ഇടവേളയിൽ ക്ലോറിനേറ്റ് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുക. വെള്ളം കെട്ടിക്കിടക്കുന്ന കുളങ്ങളിലും ജലാശയങ്ങളിലും വൃത്തിയാക്കുകയും ക്ലോറിനേറ്റ് ചെയ്യുകയും വേണം. എന്നിട്ടേ അവ ഉപയോഗിക്കാവൂ. മൂക്കിൽ കൂടി മാത്രമേ അമീബ തലച്ചോറിൽ പ്രവേശിക്കുകയുള്ളൂ എന്നതിനാൽ ജലാശയങ്ങളിലും കുളങ്ങളിലും കുളിക്കുമ്പോൾ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കാം. ഇതിനു മുമ്പ് സംസ്ഥാനത്ത് 5 പേർക്കാണ് ഈ രോഗം ബാധിച്ചിട്ടുള്ളത്. 2016-ൽ ആലപ്പുഴ ജില്ലയിൽ തിരുമല വാർഡിൽ ഒരു കുട്ടിക്ക് ഇതേ രോഗം ബാധിച്ചിരുന്നു. 2019-ലും 2020-ലും മലപ്പുറത്തും, 2020-ൽ കോഴിക്കോട്ടും, 2022-ൽ തൃശ്ശൂരിലും ഈ രോഗം ബാധിച്ചിരുന്നു.